ശശികല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമുണ്ട് കേരളത്തിൽ. ചില ആളുകൾ വേറെ ചില പേര് പറയും, അത് പറയുന്നില്ല. അവർ ഈ കേരളം മുഴുവൻ നടന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എത്രയധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവർക്കെതിരെ ഒരു FIR ഇട്ടിട്ടില്ല. അർജുനായെങ്കിൽ ഈ അടുത്ത കാലം വരെ, ഇപ്പോഴേ തള്ളി പറഞ്ഞിട്ടുള്ളൂ, ഇത്രയും കാലം ഏറ്റവും മോശമായ രീതിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടും അർജുനായെങ്കിയെ CPM തള്ളി പറഞ്ഞിട്ടില്ല. കണ്ണൂരിൽ ഇപ്പോഴും അയാൾക്ക് കണ്ണൂർ പാർട്ടിയിൽ നല്ല പിടിപാടുണ്ട്. വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യക്ഷമമായി ഒരുപാട് ഗുണ്ടകൾ ജയിലിലാവുന്നുണ്ട്. അതിൽ പലർക്കും കഴിഞ്ഞ 10 വർഷം സംരക്ഷണം നൽകിയത് ആരാണെന്ന്, പോലീസ് എങ്ങനെയാണ് സംരക്ഷണം നൽകിയതെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. PG മോഹൻദാസിനെ പിടിക്കണം, എന്നിട്ട് ചോദിക്കണം, നിങ്ങളുടെ കാലത്ത് ഒരു RSS നേതാവിനെ ഒരു പ്രാവശ്യം ഒരു ദിവസം ജയിലിലിട്ടുണ്ട്? ഇല്ലല്ലോ. ഇതിപ്പോ PG മോഹൻദാസ് 1-2 ദിവസം ജയിലിൽ കിടന്നു ഹോളിഡേ ആയിട്ട്. RSS കേരളം ഭരിച്ചിരുന്നത് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നയിച്ചിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഭരിച്ചിരുന്നപ്പോഴാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരും പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ ശക്തമായ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും UDF സർക്കാരിനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ്. ജനമൈത്രി പോലീസ് എന്ന് നമ്മൾ പറയുമെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളോട് ഒരു മൈത്രിയും ഇല്ലാത്തൊരു പോലീസായിരുന്നു. അതിൽ നിന്ന് പോലീസിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അർജുനായങ്കിയുടെ വെല്ലുവിളിയും കേരള പോലീസിനെ ഒന്ന് ചുറ്റിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അർജുനായങ്കിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ CPM അർജുനായങ്കിയെ തള്ളിയിട്ടുണ്ട്, മുതിർന്ന നേതാക്കളടക്കം അർജുനായങ്കിയെ തള്ളിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ CPM-ലെ ഒരു നേതാവ് പോലീസുകാരെ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മറുവശത്ത് TJ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS-ഉം BJP-യുമാണെന്നാണ്. കഴിഞ്ഞ 10 വർഷം ആരാണ് കേരള പോലീസിനെ നിയന്ത്രിച്ചതെന്ന ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന്റെ കേരള പോലീസിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ഒക്കെ? തീർച്ചയായിട്ടും കേരള പോലീസും ആഭ്യന്തര വകുപ്പും വലിയ തോതിൽ ഷണ്ഡീകരിക്കപ്പെട്ട ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം, ഒരു സംശയവും വേണ്ട. ഇപ്പോ MV ഗോവിന്ദന് ലേഖനം എഴുതാം. MV ഗോവിന്ദനോട് 100 ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. ശശികല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമുണ്ട് കേരളത്തിൽ. ചില ആളുകൾ വേറെ ചില പേര് പറയും, അത് പറയുന്നില്ല. അവർ ഈ കേരളം മുഴുവൻ നടന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എത്രയധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവർക്കെതിരെ ഒരു FIR ഇട്ടിട്ടില്ല. KR ഇന്ദിര എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന, അവരെനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്, എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന, അവരിട്ടിട്ടുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ, അവർക്കെതിരെ എവിടെയോ ഒരു കേസ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞു, ഇതുവരെ അവരെ കിട്ടിയിട്ടില്ല. അവർ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരാളെ കിട്ടണില്ല പോലീസിൽ. എത്ര പരാമർശങ്ങൾ അവർ നടത്തി നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ നീ നടത്താത്ത വർഗീയ വിദ്വേഷ പരാമർശങ്ങളില്ല. അദ്ദേഹത്തിനെതിരെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും ചെന്നിട്ടില്ല. PC ജോർജ് ഇതുപോലെ പരാമർശം നടത്തി. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. PC ജോർജ് നാടകമൊക്കെ നടത്തി. PC ജോർജ് കൂളായിട്ട് രക്ഷപ്പെട്ടു പോയി. ആ കേസ് എന്തായെന്ന് അറിയില്ല. ADGP അജിത് കുമാർ, അന്നത്തെ പോലീസിന്റെ ഹെഡ്, അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞത് പ്രതിപക്ഷം മാത്രമല്ല, CPI ആണ്. തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞത് CPI നേതാക്കളാണ്. പ്രത്യേകിച്ചും അവിടുത്തെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി അടക്കം ഉള്ള ആളുകൾ പറഞ്ഞു ഇദ്ദേഹം പൂരം കലക്കി. അവസാന നിമിഷം വരെ ADGP അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. എന്ന് പറഞ്ഞാൽ നിരവധി കേസുകളിൽ ഒന്നിൽ പോലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ പോലീസ് മാറി, ഒരു സംശയവും വേണ്ട. പോലീസ് മാറിയിട്ടില്ല, പോലീസിന്റെ നയം മാറി. ഇപ്പൊ P വിജയൻ അധികാരികൾക്കുന്നു, അജിത് കുമാറിന് ഒരു അധികാരവും ഇല്ലാത്തൊരു സ്ഥിതി വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ കാര്യം എന്താ? ഒന്നും ഓപ്പറേഷൻ തുഫാൻ എല്ലാവർക്കും അറിയാം, അത് പറയണ്ട. വ്യാപകമായി കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. അത് കുഴപ്പമില്ല, നല്ല കാര്യം. രണ്ടാമത് അർജുനായങ്കിയുടെ കാര്യം ചോദിച്ചു. അർജുനായങ്കി ഈ അടുത്ത കാലം വരെ, ഇപ്പോഴേ തള്ളി പറഞ്ഞിട്ടുള്ളൂ, ഇത്രയും കാലം ഏറ്റവും മോശമായ രീതിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടും അർജുനായങ്കിയെ CPM തള്ളി പറഞ്ഞിട്ടില്ല. കണ്ണൂരിൽ ഇപ്പോഴും അയാൾക്ക് കണ്ണൂർ പാർട്ടിയിൽ നല്ല പിടിപാടുണ്ട്.
അർജുൻ ആയങ്കി, ആകാശ് തെല്ലങ്കേരി തുടങ്ങിയ അസാമാന്യ ഗുണ്ട നേതാക്കൾ, ഗുണ്ട ആളുകൾ ഇപ്പോൾ വ്യക്തിപരമായി ഞാനടക്കമുള്ള പിണറായി വിജയനെ വിമർശിച്ചാൽ പിറ്റേ ദിവസം ഇവരുടെ ഒരു പോസ്റ്റ് വരും, നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഒരിക്കലും ഒരു കേസ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സംഭവവും 10 വർഷം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹം കോതമംഗലത്ത് ഒരു കേസ് വന്നു, ജാമ്യം കിട്ടി, ഒന്ന് എന്നെ പിടിക്കടാ, പറ്റുമെങ്കിൽ പിടിക്കടാ എന്നുള്ള രൂപത്തിൽ ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര മന്ത്രിയെ തന്നെയും അപമാനിക്കുന്ന തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട്, ക്രമസമാധാന നിയമസമാധാന പാലനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യഭാഗം നടന്നു. അപ്പോഴും CPM-കാർ മിണ്ടിയില്ല. പിടിച്ചപ്പോഴാണ് CPM മിണ്ടിയത്. അതാണ് ഒരു കാര്യം. പിടിച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ ആയങ്കി ഞങ്ങൾക്കുമായി ബന്ധമില്ല, ഇദ്ദേഹത്തിന് സ്വർണം പൊട്ടിക്കലടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളുമായി ബന്ധമുണ്ട്, TP ചന്ദ്രശേഖരൻ വധക്കേസിലുള്ള പ്രതികൾ പുറത്തിറങ്ങിയാൽ അതും ഇയാളുടെ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുവരെയുള്ള ആരോപണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അർജുൻ ആയങ്കി അറസ്റ്റിലായി, അയാളെ റിമാൻഡ് ചെയ്തു. TG മോഹൻദാസിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു BJP-കാരനെ പോലും അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ അതുപോലെയുള്ള ആളുകളെയോ ഒരു FIR കൊടുക്കാൻ പോലും തയ്യാറില്ലാതിരുന്ന, FIR കൊടുത്താൽ തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്ന ആ കാലത്ത് നിന്ന് TG മോഹൻദാസിന്റെ വിഷലിപ്തമായ അയാളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അയാളുടെ യൂട്യൂബ് വെച്ച് അയാൾക്കെതിരെ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നതിൽ വൈകുന്നു എന്ന പരാതി പലർക്കും ഉണ്ടായി. തീർച്ചയായും അയാൾ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അയാൾക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് ഞാൻ അംഗീകരിക്കുന്ന ആളല്ല, അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആളുകളൊക്കെ ഈ അസുഖമാണ്, വയസ്സായി, അനങ്ങാൻ വയ്യ, സോറിയാസിസ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുക്കണേ, അത് കോടതികൾ. പക്ഷെ എന്നാൽ പോലും അതിൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്, അത് വേണം. ഇപ്പോൾ ED ആക്രമിച്ച കേസിൽ ഒരു പ്രതി രക്ഷപ്പെട്ടു പോയി. കാരണം ആ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ഗവൺമെന്റ് നിയമിച്ച പ്രൊബിൾ പ്രോസിക്യൂട്ടറായിരുന്നു, ABBI. ആ പ്രോസിക്യൂട്ടർ പ്ലീഡർ ഈ CPM-ന്റെ ഈ ED ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ ജാമ്യം കൊടുക്കുന്നതിന് വിരോധം പറഞ്ഞില്ല. അങ്ങനെയാണ് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നത്. മറ്റു പ്രതികൾക്കൊന്നും കിട്ടിയില്ല, അവർ 60 ദിവസം കിടന്നിട്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നത്, സ്വാഭാവിക ജാമ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിജയനെ സംബന്ധിച്ചിടത്തോളം, ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യക്ഷമമായി ഒരുപാട് ഗുണ്ടകൾ ജയിലിലാവുന്നുണ്ട്. അതിൽ പലർക്കും കഴിഞ്ഞ 10 വർഷം സംരക്ഷണം നൽകിയത് ആരാണെന്ന്, പോലീസ് എങ്ങനെയാണ് സംരക്ഷണം നൽകിയെന്നും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവരെ തൊടാൻ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ ഒരു നേതാവ് അർജുൻ ആയങ്കിയുടെ പേരിൽ ഞങ്ങളെ വീട്ടിൽ കയറി അന്വേഷിച്ചാൽ CPM-കാർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളെ പിന്നെ CPM-ന്റെ വീട്ടുകാരില്ലാതെ കോൺഗ്രസിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. മുടക്കുഴി മലയിലായിരുന്നില്ലേ, പാർട്ടി ഗ്രാമത്തിലായിരുന്നില്ലേ ഈ TP ചന്ദ്രശേഖരന്റെ പ്രതികൾ താമസിച്ചിരുന്നത്? ഇവരെ ഇന്ന് വരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന, ഷുഹൈബിനെ കൊന്ന, സുഹൈലിനെ കൊന്ന, അതുപോലെ മറ്റേ ശരത്ലാലിനെ അവരെ കൊന്ന ഒരു പ്രതിയെ ഒരു പ്രാവശ്യം തള്ളി പറയാൻ CPM തയ്യാറായിട്ടില്ലല്ലോ, ഇത്രയും ക്രൂരമായി കൊല ചെയ്ത. എന്നിട്ടും ഇപ്പോൾ അർജുൻ ആയങ്കി പിടിച്ചപ്പോ ഞങ്ങൾക്ക് കുഴപ്പം. പക്ഷേ അർജുൻ ആയങ്കിക്ക് വേണ്ടി എത്ര പോസ്റ്റുകൾ CPM-കാർ ഇട്ടിരുന്നു. അർജുൻ ആയങ്കിയുടെ വീരവാദങ്ങൾ എടുത്ത് CPM ഹാൻഡിലുകൾ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. അർജുൻ ആയങ്കിയുടെ ഇതിന് പ്രചാരണം കൊടുത്തത് CPM ഹാൻഡിലുകളാണ്. ഇയാൾ വീരപുരുഷനാണ്, ഇയാൾ എന്തോ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് മട്ടിലാണ് പറഞ്ഞിരുന്നത്. പോലീസിനെ വെല്ലുവിളിക്കുന്നു, ചെന്നിത്തലയുടെ പോലീസിന് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും അയാൾ അറസ്റ്റിലായി. TG മോഹൻദാസ് അറസ്റ്റിലായി, പക്ഷെ അയാൾ ജാമ്യം കിട്ടി. ഞാൻ പറയുന്നത് TG മോഹൻദാസിന്റെ കേസ് ജാമ്യം പുനഃപരിശോധിക്കാനുള്ള ഹർജിക്ക് പോവാം, ഗവൺമെന്റ് വേണമെങ്കിൽ പോവാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആരോഗ്യത്തിന്റെ പേരിലാണല്ലോ ശിവശങ്കരൻ ജയിലിൽ കിടക്കാതെ. ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ടില്ലേ മറ്റേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തു വന്നത്. ജാമ്യം സ്വാഭാവിക ജാമ്യം കിട്ടിയിട്ട് വന്നതൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും TG മോഹൻദാസിനെ പിടിക്കണം. എന്നിട്ട് ചോദിക്കണം, നിങ്ങളുടെ കാലത്ത് ഒരു RSS നേതാവിനെ ഒരു പ്രാവശ്യം ഒരു ദിവസം ജയിലിലിട്ടുണ്ട്? ഇല്ലല്ലോ. ഇതിപ്പോ TG മോഹൻദാസ് 1-2 ദിവസം ജയിലിൽ കിടന്നു, ഹോളിഡേ ആയിരുന്നു, ഒരു ദിവസം ഒരു ജയിലിൽ കിടന്നു. പക്ഷെ ഇവരുടെ കാലത്ത് ഒരു RSS നേതാവിനെയോ ഒരു ദിവസം പോലും ജയിലിലിടാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ BJP-യുടെ ഭരണം എന്നാ പറയുന്നത്. RSS കേരളം ഭരിച്ചിരുന്നത് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നയിച്ചിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഭരിച്ചിരുന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ഒരു ഏൽക്കില്ല. കാരണം
ടി ജി മോഹൻദാസ് ഒരു കേസിലെ പ്രതിയാണ്, അയാൾക്കെതിരെ ഇനി കേസ് വരും, ജാമ്യം വേണി തള്ളിക്കാം. പക്ഷേ അർജുന അയങ്കിയെ പോലെ ഒരാളെ ഇത്രയും കാലം സംരക്ഷിച്ചത്, അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു വിജയൻ വലിയ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്ന് പലരും പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെടുമ്പോൾ ഈ ചില ആളുകൾ പറയുന്നത് മയക്കുമരുന്നിൻ്റെ തടസ്സം തന്നെ ഡിവൈഎഫ്ഐക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ്. എനിക്കറിയില്ല. അവരുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാക്കിയെന്നാണ് പറയണത്. ഇതെല്ലാം അറിയില്ല. കാരണം ആലപ്പുഴയിൽ മുൻപ് സുധാകരൻ CPM-ൽ നിന്ന കാലത്ത് തന്നെ ആലപ്പുഴയിൽ മയക്കുമരുന്ന് മാഫിയ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത്. ഞാൻ വാടകയ്ക്ക് കൊടുത്ത വണ്ടിയാണ് എന്ന് അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അറിയില്ല. തീർച്ചയായിട്ടും ഇത് വ്യാപകമായി കേരളത്തിൽ വരണം. അങ്ങനെ വരുമ്പോൾ CPM-കാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അത് നോക്കാനില്ല. ആർക്ക് പ്രശ്നം ഉണ്ടായാലും നിയമം നടപ്പാക്കുന്നു, നിയമപാലനം നടക്കുന്നു എന്ന് ഉറപ്പാക്കലാണ് സർക്കാരിൻ്റെ ജോലി.